ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അയോധ്യാകാന്ഡം ഭാഗം ദശരഥന്റെ സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരാൽ. വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലപൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സേ ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാ സുഹൃജ്ജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ. അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനേ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയവ അന്നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജസംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥം യേഷ കൈകേയിക്കു ദത്തമായോരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാര നീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടും ഗുരുപ്രസാദത്തിനാൽ.
എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ട് കിംഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്ത മേദിനീ പാലക വൈശ്യ ശൂദ്രാദിയും സാദരം ആശുകൈകേയി ഉൾപ്പെടെ മാതൃജനങ്ങളും ആയിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ഭരതന്റെ വനയാത്ര. ചിത്തേ നിനക്കിത് തോന്നിയതത്ഭുതം, ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാം രാജീവനേത്രനെ കാണാൻ നടന്നിതോ. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും ഭഗ്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനീ ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഭേദങ്ങളും. ശൃംഗി വേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ട് ഇപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും അവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന് സത്വരം കൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തം അനാരതം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും
ചെയ്തു ഭരതനും അന്നേരം. ഉദ്ധാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യം അനാമയവാക്യവും. ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ, ഉത്തമ പൂരുഷത്വം സംരക്തം ഭവാൻ. ആലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും ഇതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിന്നില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരീകെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതനത്യുത്തമനെന്നുതൽ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണ തൽപസ്ഥലേ കോമളസ്നിഗ്ധാധവളാംബരശ്രുതേ. രാമേണ ശ്വേതേ മഹാസുഖം സാകഥം. ശ്വേതേ കുശമയവിഷ്ഠരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയഗ്രജന്മനാ. മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം. ദുഷ്കൃതിയായ ദിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജന് നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ. ഇവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗളദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദീ കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം. തന്തികടെ വസിക്കുന്നിതു സീതയാ തന്നുടേ സോദരനോടും യഥാസുഖം. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തും അമർത്യതടിനിയേ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.
നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം. അയോധ്യാകാന്ഡത്തിലെ ദശരഥന്റെ സംസ്കാര കർമ്മമാണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടിരുന്നു, തൻ്റെ പിതാവ് മരിച്ചതിൽ ഭരതൻ അതീവ ദുഃഖിതനായിട്ട് കാണുകയാണ്. രാജ്യം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭരതനോട്, അല്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഭരതനോട് ഗുരുവായ വസിഷ്ഠൻ മനുഷ്യരുടെ ജീവിതവും ജനനവും മരണവും എന്താണെന്നും എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്നുള്ളതും ഒക്കെ ആ കാര്യങ്ങളൊക്കെ സത്യസ്വരൂപനായ ഭഗവാങ്കലാണ് നാം യഥാർത്ഥ ഭക്തനായി മാറേണ്ടത് എന്നൊക്കെയുള്ള കാര്യവും, മരണത്തെ ഓർത്ത് അല്ലെങ്കിൽ മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് ഉള്ള യാതൊരു ആവശ്യകതയുമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് തൻ്റെ പിതാവിൻ്റെ മൃതശരീരത്തെ സംസ്കരിക്കാനുള്ള ചടങ്ങിലേക്ക് ഭരതൻ കടക്കുകയാണ്. നോക്കൂ, ശ്രുത്വ ഗുരുവചനം നൃപനന്ദനൻ കൃത്വ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര ഭൃത്യ അമാത്യ സോദരോപാധ്യായയുക്തനായൊരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവം എടുത്ത് നീരാടിച്ച് ദിവ്യാംബരാഭരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അപ്പോൾ കുലഗുരുവായ വസിഷ്ഠന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭരതന് കുറച്ച് സമാധാനം വന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൻ്റെ സംസ്കാരകർമ്മങ്ങൾ വിധിപൂർവം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരതൻ. മിത്രങ്ങള്, ഭൃത്യന്മാര്, അമാത്യന്മാര്, സോദരന്മാര്, ഉപാധ്യന്മാര്, അതായത് ബന്ധുക്കള്, ഭൃത്യന്മാര്, മന്ത്രിമാര്, സഹോദരന്മാര്, ഗുരുക്കന്മാര് എന്നിവരോടൊരുമിച്ച് തൻ്റെ താതൻ്റെ ശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവം എടുത്തു. തൻ്റെ പിതാവിൻ്റെ മൃതശരീരം എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്തു. അതായത് ഭരതൻ വരുന്നത് വരെ മൃതദേഹത്തിന് യാതൊരു കേടും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എണ്ണത്തോണിയിലാണ് നിക്ഷേപിച്ചിരുന്നത്. അപ്പോൾ ആ മൃതദേഹം എടുത്ത് വിശിഷ്ടമായ ആഭരണങ്ങൾക്ക് അണിയിക്കുകയാണ്. ആദ്യം കുളിപ്പിച്ചതിന് ശേഷം വിശിഷ്ട വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, ആഭരണങ്ങൾ ധരിപ്പിച്ചു, സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം അഗ്നിഹോത്രാഗ്നി തന്നിൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്തിയാ കഴിച്ചിതു പിണ്ടവും ആദരാൻ. അഗ്നിഹോത്രി കൊണ്ട് അഗ്നിഹോത്രിയെ സംസ്കരിക്കുന്നത് പോലെയാണ് ദശരഥനെ സംസ്കരിക്കാൻ തുനിയുന്നത്. അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ, അഗ്നിഹോത്രാഗ്നി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികള് വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് കെടാതെ സൂക്ഷിക്കുന്ന അഗ്നിക്കാണ് അഗ്നിഹോത്രാഗ്നി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നയാള്. അപ്പോൾ ആ വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുന്ന അഗ്നിയിൽ പ്രകാരമാണോ അഗ്നിഹോത്രം ചെയ്യുന്നയാള്, അത് അനുഷ്ഠിക്കുന്നയാളെ അടക്കം ചെയ്യുന്നത്, അത് സംസ്കരിക്കുന്നത്, അതേപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്തു വസിഷ്ഠനെ മുൻനിർത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ദശരഥന്റെ മൃതശരീരം സംസ്കരിച്ചു. ശേഷം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്തിയാ കഴിച്ചിത് പിണ്ടവും ആദര. തുടർന്ന് തിലോദകം നൽകി, എള്ളും വെള്ളവുമൊക്കെ നൽകി
12-ാമത്തെ ദിവസം ദ്വാദശവാസരേ, 12-ാമത്തെ ദിവസം പിണ്ടവും സമർപ്പിച്ചു. പാരായണന്മാരാം ദ്വിജാവലി, ഗോധന, ഗ്രാമ, രത്നാംബര, ഭൂഷണ, ലേപന, താമ്പൂല, പൂഗങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അനന്തരം വൈദിക ബ്രാഹ്മണന്മാർക്ക്, അതായത് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച ബ്രാഹ്മണന്മാർക്കൊക്കെ തന്നെ ഓദനം കൊടുത്തു, അന്നം കൊടുത്തു. അതുപോലെ തന്നെ ഗോധനം, പശുക്കളെ കൊടുത്തു. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ കൊടുത്തു, രത്നങ്ങൾ കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, ആഭരണങ്ങൾ കൊടുത്തു, സുഗന്ധലേപനങ്ങൾ, വെറ്റില, പാക്ക്. പൂക്കെന്ന് പറഞ്ഞാൽ പാക്കാണ്, അടയ്ക്ക. അപ്പൊ അതൊക്കെ കൊടുത്ത് ആരോടുകൂടിയാണ്? സോദരനായ ശത്രുഘ്നനോടൊപ്പം ഇതെല്ലാം ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തു. അതിനുശേഷം അവരുടെ കാൽക്കൽ വീണു നമസ്കരിച്ച് ആശീർവചന ചെയ്ത് അവരെ എല്ലാവരെയും നമസ്കരിച്ചു. അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ച് അനുദിനം മാനവവീരനായ ഒരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം നാനാ സുഹൃജനത്തോടും അനാകുലം. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ, സീതയോടും ലക്ഷ്മണനോടും ചേർന്ന് കാട്ടിലേക്ക് പോയ രാമകുമാരനെ ചിന്തിച്ച് അനുദിനം ഓരോ നിമിഷവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, തൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചുള്ള ചിന്തയാണ്. അങ്ങനെ അനുജനായ ശത്രുഘ്നനോടും കൂടി രാമദേവനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരോടും കൂടി സുഹൃത്തുക്കളോടും നാനാപുരവാസികളോടും ഒക്കെ കൂടി അങ്ങനെ കഴിയുകയാണ് ഭരതൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ. ആ സമയത്താണ് ശത്രുഘ്നനോട് കൂടിയിരിക്കുന്ന, തൻ്റെ അനുജനോട് കൂടിയിരിക്കുന്ന ഭരതനെ കാണുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിന് തുല്യനായ വസിഷ്ഠൻ അവിടെ വരികയാണ്. മറ്റുള്ള മുനിശ്രേഷ്ഠന്മാരോടൊപ്പമാണ് അദ്ദേഹം അവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. അപ്പോൾ ശത്രുഘ്നോടൊന്നിച്ച് ഭരതനെ സഭയിലേക്ക് വരുത്തിയിട്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് അദ്ദേഹം തുനിയുന്നത്. അപ്പോൾ മന്ത്രിമാരും പൗരന്മാരും ഒക്കെ വളരെയധികം സന്തോഷിച്ചു. ആ സമയത്ത് കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. തൻ്റെ കാൽക്കൽ നമിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ നമസ്കരിച്ചു കിടക്കുന്ന ഭരതകുമാരനോട് അംഭോജ സംഭവനന്ദനായ ബ്രഹ്മപുത്രനായ വസിഷ്ഠമുനി പ്രകാരം പറയുകയുണ്ടായി. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ. ദേശകാലോചിതങ്ങളായ ചില കാര്യങ്ങൾ ദേശികൻ എന്ന നിലയിൽ, കുലഗുരു എന്ന നിലയിൽ ഞാൻ പറയാൻ നിന്നോട്. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. സത്യസന്ധനായ മഹാരാജാവായ ദശരഥൻ, നിന്റെ അച്ഛൻ നിനക്ക് രാജ്യം നൽകിയിരിക്കുകയാണ്. പുത്രാഭ്യുദയാർത്ഥം യേശ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയം കാരണം. അതായത് പുത്രന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൈകേയി അഭ്യർത്ഥിച്ച 2 വരങ്ങൾ നിമിത്തമാണ് നിനക്ക് രാജ്യം ലഭിച്ചിരിക്കുന്നത്. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. നിനക്ക് മന്ത്രികളോടൊത്ത് ഞാൻ മന്ത്രപൂർവം നിന്നെ അഭിഷേകം നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം അരാജകമാം ഭവാനാലിനി
ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാര. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഉപേക്ഷിക്കാൻ നിനക്ക് കഴിയില്ല. കാരണം ഉപേക്ഷിച്ചാൽ ഈ രാജ്യം എന്തായി മാറും? അനാഥമായി മാറും. രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും. രാജാവില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അനാഥമാകും രാജ്യം. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? നീ താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. താതൻ അച്ഛൻ എന്താണോ പറഞ്ഞത് അത് നീ അനുഷ്ഠിക്കണം. തീർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ പാതകമുണ്ടാം അതല്ലായികിലേവനും. അച്ഛൻ്റെ ആജ്ഞ നീ അനുസരിക്കണം. അല്ലെങ്കിൽ എന്താകും? നിനക്ക് പാപമുണ്ടാകും. അത് ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടും ഗുരുപ്രസാദത്തിനാൽ. അപ്പോൾ മനുഷ്യർക്ക് എല്ലാ നന്മകളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഗുരുജനങ്ങളുടെ പ്രസാദം, അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഗുരുവായ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നാണ് വസിഷ്ഠൻ പറയുന്നത്. എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ അദ്ദേഹത്തെ താണു തൊഴുതുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: ഇന്നടിയനു രാജ്യം കൊണ്ട് കിം ഫലം. അടിയന് ഈ രാജ്യം കൊണ്ട് എന്താണ് ഫലം? കിം ഫലം, എന്താണ് ഫലം? മന്നവനാകുന്നതും മമ പൂർവജൻ. എൻ്റെ ജ്യേഷ്ഠനാണല്ലോ രാജാവാകേണ്ടത്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ മാത്രമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർ മാത്രമാണ്. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നിങ്ങൾക്കിതെല്ലാം അറിയാലോ. ജ്യേഷ്ഠൻ ഞങ്ങളുടെ പൂർവജനാണ് രാജാവാകേണ്ടത്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഭരതൻ പറയുകയാണ്: നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടി നാളെ പുലർകാലത്ത് തന്നെ, പ്രഭാതത്തിൽ തന്നെ ഞാൻ പുറപ്പെടുകയാണ്. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാ പുരവാസികളും അമാത്യരും ആന, തേർ, കാലാൾ, കുതിരപ്പടയോടും ആനക, ശംഖ, പടഹ വാദ്യത്തോടും സോദര, ഭൂസുര, താപസ, സാമന്ത, മേദിനീപാലക, വൈശ്യ, ശൂദ്രാദി സാദരം ആശു കൈകേയി ഉൾപ്പെടെ മാതൃജനങ്ങളുമായിട്ട് പോകണം. അപ്പോൾ ആരൊക്കെയാണ് പോകേണ്ടത്? രാമനെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടി ആരൊക്കെയാണ് പോകേണ്ടതെന്ന് ഭരതൻ നേരത്തെ തീരുമാനിച്ചിരിക്കണം. അദ്ദേഹം പറയുകയാണ്: ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടി പിളർകാലത്ത് തന്നെ പുറപ്പെടും. അങ്ങ് വരണം. അങ്ങയുടെ കൂടെ അങ്ങയുടെ ഭാര്യയായ അരുന്ധതീ ദേവി വരണം. പൗരന്മാരുണ്ടാകണം, മന്ത്രിമാരുണ്ടാകണം. പിന്നെ ആന, തേര്, കാലാൾ, കുതിര എന്നീ പടകളൊക്കെ, സൈന്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആനകം, ശംഖ്, പെരുമ്പറ തുടങ്ങിയ വാദ്യവിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കൂടാതെ ബ്രാഹ്മണന്മാരുണ്ടാകണം, മുനിമാരുണ്ടാകണം, സാമന്ത രാജാക്കന്മാരുണ്ടാകണം, വൈശ്യന്മാരും ശൂദ്രന്മാരും എല്ലാവരും ഉണ്ടാകണം. മാത്രമല്ല കൈകേയി ഉൾപ്പെടെയുള്ള അമ്മമാരും ഉണ്ടാകണം. എല്ലാവരും എന്നോട് ഒന്നിച്ച് ഉണ്ടായിരിക്കണം. എൻ്റെ ജ്യേഷ്ഠനായ എൻ്റെ പ്രിയപ്പെട്ട രാമജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. എന്നോടൊപ്പം നിങ്ങളൊക്കെ ഉണ്ടാകണേ എന്ന് ഭരതൻ പറയുകയാണ്. നോക്കൂ, ആ ജ്യേഷ്ഠനോടുള്ള ആ സ്നേഹാദരവ് നോക്കൂ. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എങ്ങനെയാണെന്നുള്ള കാര്യം, എങ്ങനെയാണ് ജ്യേഷ്ഠനോട് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ. രാമനിങ് ആഗമിച്ചിടുവോളവും ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. ശ്രീരാമൻ മടങ്ങി എത്തുന്നതുവരെ ഞങ്ങൾ ഭൂമിയിൽ വെറും നിലത്ത് മാത്രമേ കിടക്കുകയുള്ളൂ. തീർന്നിട്ടില്ല. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്ത് വൽക്കലവും കൊണ്ട് താപസവേഷം ധരിച്ചു ജഡം കൊണ്ട് താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ. കായും കിഴങ്ങും പഴവും ഒക്കെ ഭക്ഷിച്ച് താപസന്മാരെ പോലെ അസിതമൊക്കെ പൂശി, അതായത് ഭസ്മമൊക്കെ പൂശിക്കൊണ്ട് മരവുരിയും ജടയും ഒക്കെ ധരിച്ച് ദുഃഖം ആചരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ താപം കലർന്ന് ദുഃഖം ആചരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കഴിയുകയും ചെയ്യാം. യുദ്ധം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നെന്ന് ചൊല്ലിയിടിനാർ. ഭരതന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. നല്ലത് തന്നെ പറഞ്ഞത്. എന്തൊരു ജ്യേഷ്ഠനോടുള്ള ഭക്തി നോക്കൂ. ആരെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും കൈവന്ന സ്വത്ത് കൈവിട്ട് കളിക്കുമോ? ഇല്ലല്ലോ. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഓക്കെ. അടുത്തത് ഭരതന്റെ വനയാത്രയാണ്. നോക്കൂ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. എല്ലാവരും പറയുകയാണ്.
ഭരതന്റെ ഈ ഒരു തീരുമാനം വളരെ ഉചിതമാണ്, നല്ലതാണ്. മനസ്സിൽ നിനക്കിങ്ങനെ തോന്നിയത് അത്ഭുതം തന്നെയാണ്. ഉത്തമന്മാരിൽ നീ അത്യുത്തമൻ തന്നെയാണ്. സാധുക്കളേവം പുകഴ്ത്തുന്ന നേരത്ത് ആദിത്യദേവൻ ഉദിച്ചു. ഇങ്ങനെ എല്ലാവരും പൗരജനങ്ങളെല്ലാവരും തന്നെ ഭരതനെ ഇങ്ങനെ പുകഴ്ത്തുന്ന സമയത്ത് ആദിത്യദേവൻ ഉദിച്ചു എന്ന് വെച്ചാൽ നേരെ പ്രഭാതമായി. രാത്രി സമയത്ത് ഉറങ്ങാതെ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാണുവാൻ നടന്നിതു. ശത്രുഘ്നോടൊപ്പം പുറപ്പെടുകയാണ് ഭരതൻ. ഉടനെ തന്നെ സുമന്ത്രന്റെ നിയോഗത്താൽ സൈന്യമൊക്കെ പെട്ടെന്ന് തന്നെ വന്നു ചേർന്നു. രാമനെ കാണാനായിട്ട് അവര് ഝടിതിയിൽ നടക്കുകയാണ്. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി രാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ നോക്കൂ, മനസ്സ് നിറഞ്ഞു കവിഞ്ഞ ആ സന്തോഷത്തോടുകൂടി കൗസല്യ തുടങ്ങിയ രാജപത്നിമാരും ശ്രീരാമനെ കാണുവാനായിട്ട് യാത്രയായിരിക്കുകയാണ്. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. താപസശ്രേഷ്ഠനായ വസിഷ്ഠനും പത്നിയും അതുപോലെ തന്നെ മഹർഷിമാരും ഒക്കെ വനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. അപ്പോൾ സൈന്യം മൊത്തം പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ ആ സഞ്ചാരവേളയിൽ ഭൂമിയിൽ നിന്ന് പൊടിപടലങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. അതൊക്കെ ആകാശത്തേക്ക് ചെന്ന് ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശവാസികൾക്ക് കൂടെ അറിയുകയാണ് ഭരതൻ പോകുന്ന കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാം. രാഘവ ആലോക ആനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ധാരാളം വഴി നടക്കാനുണ്ട്, പക്ഷേ ശ്രീരാമനെ കാണാനുള്ള ആ ഒരു ആവേശത്താൽ ആ യാത്രാക്ലേശം, വഴിയുടെ ദുർഘടതയൊന്നും ആരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടയെ ചെന്നിരുന്നു പെരുമ്പട. അങ്ങനെ ശൃംഗിവേരാപുരം നമുക്കറിയാം, ഗുഹന്റെ നാടാണത്. ശൃംഗിവേരാപുരത്തിലെത്തിയ ആ പെരുമ്പട ഗംഗാതീരത്ത് അങ്ങനെ ചെന്നിരിക്കുകയാണ്. കേകയപുത്രീ സുതൻ പടയോടും ആഗതനായത് കേട്ടു ഗുഹൻ തഥാ ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാൻ അതുനേരം. അപ്പോൾ ഭരതൻ സൈന്യത്തോടുകൂടി വന്നിരിക്കുന്നു എന്ന വിവരം കേട്ടറിഞ്ഞ ഗുഹന് ഭയങ്കരമായ ശങ്കയുണ്ടായി. എന്താച്ചാല് ഭരതൻ വന്നിരിക്കുന്നത് ശ്രീരാമനെ ആക്രമിക്കാനാണോ എന്നായിരുന്നു ആരുടെ സംശയം? ഗുഹന്റെ സംശയം. അപ്പൊ അത് കേട്ടിട്ട് ഇപ്പൊ ഈ ഒരു സംശയം മനസ്സിലുള്ളത് കൊണ്ട് കിങ്കരന്മാരോട്, തൻ്റെ ഭൃത്യന്മാരോട് പ്രകാരം പറയുകയാണ്: ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതും ഉണ്ട് വൈകിടാതെ. അപ്പോൾ തൻ്റെ കിങ്കരന്മാരോട് ഗുഹൻ പറയുകയാണ്, എല്ലാവരും അമ്പ്, വില്ല് തുടങ്ങിയ ആയുധങ്ങളൊക്കെ ഏന്തി തോണികളൊക്കെ കെട്ടിയിട്ട് വളരെ തയ്യാറായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുക. ഞാൻ പോയി ഭരതനെ കണ്ടിട്ട് ഉടൻ തന്നെ മടങ്ങി വരാം. അന്തികെ ചെന്ന് വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും. അവരിനി നിർണയം ശുദ്ധരെന്നാകൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. അപ്പോൾ ഗുഹൻ പറയുകയാണ്, ഞാൻ അടുത്ത് ചെല്ലുക, ഭരതനെ അടുത്ത് ചെന്നിട്ട് അടുത്ത് എന്ന് വന്ദിക്കുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോഴൊക്കെ കാര്യം അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനി ശ്രീരാമനെ എതിർക്കാനാണെങ്കിൽ അവരാരും ഒരിടത്തേക്കും പോകരുത്, ആരെയും വിടരുത്. ഇനി അതല്ല, നല്ല മനസ്സോടുകൂടിയാണ് ഭരതൻ വന്നിരിക്കുന്നുവെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ അവരെ ഗംഗ കടത്തിവിടേണ്ടത് നമ്മുടെ കർത്തവ്യം കൂടെയാണെന്ന് പറയുകയാണ്. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന് സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. ഇപ്രകാരം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേഗം ഭരതന്റെ അടുത്ത് എന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച് ആനന്ദപൂർവ്വം തൊഴുതു നിന്നിടിനാൻ. എന്നിട്ട് ഭരതന്റെ കാൽക്കൽ നമസ്കരിച്ചു, പല വസ്തുക്കളും കാഴ്ച വസ്തുക്കളൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ നമസ്കരിച്ച് അങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. ശ്രീരാമന്റെ അനുജനായ ഭരതനെ വളരെ ആകാംക്ഷയോടുകൂടി ഗുഹൻ നോക്കിക്കാണുകയാണ്. എങ്ങനെയാണ്
ഭരതന്റെ ആ രൂപം ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തം അനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ. എങ്ങനെയുള്ള രൂപമാണ് കണ്ടത്? മരവുരി ധരിച്ചവനും മഴക്കാറ് പോലെയാണ് കറുത്തിരണ്ടിരിക്കുന്നവനും ജടയണിഞ്ഞവനും ശ്രീരാമമന്ത്രം, ശ്രീരാമന്റെ മന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നവനും ധീരനും കുമാരോപമം എന്ന് വെച്ചാൽ കുമാരൻ സുബ്രഹ്മണ്യനോട് തുല്യനുമായ ആ മഹാവീരനെ, ആ ശ്രീരാമന്റെ ആ സഹോദരനെ, ആ അനുജനെ, തൻ്റെ അനുജനായ ശത്രുഘ്നനോടൊത്ത് വന്ന ആ വീരകുമാരനെ, കാമദേവനെ പോലെ അതിസുന്ദരനും അതുപോലെ തന്നെ കാരുണ്യനിധിയുമായ ആ ഭരതനെ കാണുകയാണ് ആര്? ഗുഹൻ. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണ് ഗുഹോഹമൻ അത്യുക്ത ഇത്യുക്ത പ്രണാമവും ചെയ്തു. ഇങ്ങനെ ആ രൂപം കണ്ടപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തൻ്റെ ശങ്കകളൊക്കെ മാറി ഗുഹൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു പറഞ്ഞു, ഞാൻ ഗുഹനാണ് എന്ന് പറഞ്ഞു. ഭരതനും അന്നേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യം അനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. അപ്പോൾ ഞാൻ ഗുഹനാണെന്ന് പറഞ്ഞ് നമസ്കരിച്ച് കിടക്കുന്ന ആ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറുകെ പുണരുകയാണ് ആ ഭരതൻ. ശ്രീരാമഭക്തനായ ആ സുഹൃത്തിനോട് സുഖല്ലേ എന്നൊക്കെ കുശലം ചോദിക്കുകയാണ്. തുടർന്ന് ഗുഹനോട് പ്രകാരം പറയുകയാണ്. എന്താണ് പറയുന്നത് ഭരതൻ? ഉത്തമ പുരുഷോത്തംസരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ. നീ ഉത്തമ പുരുഷൻ തന്നെയാണ്, ഉത്തമ പുരുഷന്മാരുടെ ശിരോഭൂഷണമായ രത്നം തന്നെയാണ് നീ. കാരണം എന്താണ്? നിന്നെ ലോകനാഥനായ ശ്രീരാമൻ ആലിംഗനം ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ നീ ഭക്തന്മാരിൽ വെച്ച് ഒരു രത്നം തന്നെയാണ്. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ലക്ഷ്മി ഭഗവതിക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ആലിംഗന സൗഭാഗ്യം. അത് അങ്ങേക്ക് കിട്ടിയല്ലോ, അത് ഭാഗ്യം തന്നെയാണ്. മറ്റാർക്കെങ്കിലും ഇത് സിദ്ധിക്കോ? ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ, ഇന്ന് അതിനില്ലൊരു സംശയം മത്സഖേ. ഈ ഭുവനത്തില്, ഈ ലോകത്തില് നീ ഏറ്റവും വലിയ ധന്യനാണ്. കാരണം ആ വക്ഷസ് ചേർത്ത് ഭഗവാന്റെ വക്ഷസിനോട് ചേർന്ന് കിടക്കുവാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആലിംഗനം സ്വീകരിക്കാനുള്ള ആ ഭാഗ്യം നിനക്കുണ്ടായില്ലേ? സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തിങ്കൽ നീ അൻപോട് കണ്ടിതു രാമനെ നീ. എൻ്റെ സഹോദരനായനെയും ലക്ഷ്മണനോടും അതുപോലെ സീതയോടും കൂടി നീ എവിടെ വെച്ചാണ് അവരെ കണ്ടത്? അതുപോലെ തന്നെ അവൻ എന്ത് നിന്നോട് പറഞ്ഞു? നിന്നോട് എന്താണ് അവൻ പറഞ്ഞത്? അതുപോലെ തന്നെ നീ മുതാ രാമനോട് എന്തെന്ന് ചോദിച്ചു, രാമനോട് നീ എന്താണ് പറഞ്ഞത്? അതുപോലെ തന്നെ സീതയോടും കൂടി നീ ഇവിടം മുതാ കാട്ടിത്തരിക. അപ്പൊ രഘുവീരൻ തൻ്റെ സീതയോടും തൻ്റെ സഹോദരനോടൊപ്പം എവിടെയാണ് ഇരുന്നത്, എവിടെയാണ് കിടന്നത്, യാതൊരിടത്തുറങ്ങി രഘുനായകൻ, എവിടെയാണ് ഉറങ്ങിയത്, അതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. അത് കേട്ട് ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്ന് തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. അപ്പോൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഗുഹന് മനസ്സിലായി. സന്തോഷത്തിൽ ഭരതൻ അത്രയും തൻ്റെ ജ്യേഷ്ഠനോടുള്ള ആ ഒരു ഭയഭക്തി ഭഗവാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ശ്രീരാമഭക്തരിൽ ഭരതൻ അത്യുത്തമനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരതനോട് എവിടെയാണ് ശ്രീരാമചന്ദ്രപ്രഭു ഉറങ്ങിയതും ഇരുന്നതും കിടന്നതുമൊക്കെയായ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക. തുടർന്ന് നോക്കൂ, ഗുഹൻ പറയുകയാണ്, എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമിൻ എങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. ഗുഹൻ പറയുകയാണ്, ശ്രീരാമൻ സീതയോടൊപ്പം രാത്രിയിൽ ഉറങ്ങിയ സ്ഥലത്ത് ചെന്നിട്ട് ഗുഹൻ പറയുകയാണ്, കുശപ്പുല്ലുകൊണ്ട് കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയ, കുശപ്പുല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു വിരിപ്പ് കണ്ടോ നീ? ഇവിടെയാണ് കൊണ്ടൽ വർണ്ണൻ
ശയിച്ചത്, ശ്രീരാമചന്ദ്രപ്രഭു ഇവിടെയാണ് ശയിച്ചത് എന്ന് പറയുകയുണ്ടായി. ഇത് കണ്ട് ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽഗതം ചൊല്ലിനാൻ. ഇത് കണ്ടിട്ട് എൻ്റെ ജ്യേഷ്ഠൻ ഈ കുശപ്പുല്ല് കൊണ്ടുള്ള ഈ ഒരു തട്ടിലാണോ ശയിച്ചത് എന്നത് കണ്ടിട്ട് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് മുക്ത ബാഷ്പോദകം കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് ഗൽഗതത്തോടുകൂടി ഇപ്രകാരം ഭരതൻ പറയുകയാണ്: ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ ധവളാംബരാസ്തൃതേ രാമേണ ശേതേ മഹാസുഖം സ കഥം ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠൂരം ഖേദേന സീത മദീയാഗ്രജന്മന എന്നുവെച്ചാൽ പറയുകയാണ്, സീതയുടെ ആ ഒരു ദുർവിധി കണ്ടിട്ട് പ്രകാരം പറയുകയാണ്: മാളിക മുകളിലെ സ്വർണ്ണക്കട്ടിലില് മർദ്ദവും മിനുസവുമുള്ള മനോഹരമായ ആ ഒരു വിരിപ്പില് വെള്ളപ്പെട്ട് കിടക്കയില് രാമനോടത്ത് വളരെ സുഖമായിട്ട് ശയിച്ചിരുന്ന ആ ഒരു സുന്ദരിയായ സുകുമാരിയായ കോമള സ്നിഗ്ധയായ ആ ഒരു സീതാദേവി ഈ പരുവരുത്ത കുശപ്പുല്ല് കൊണ്ട് നിർമ്മിച്ച വിരിപ്പില് എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം എങ്ങനെയാണ് ശയിച്ചത്? മതീയാഗ്രജന്മന, എൻ്റെ അഗ്രജനോട് ഒപ്പം എങ്ങനെയാണ് ശയിച്ചിരിക്കുക? മദ്ദോഷ കാരണാൽ എന്നത് ചിന്തിച്ചു ഇദ്ദേഹമാശു പരിധിരിച്ചിടുവൻ. നീ എന്നെ കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്, ഞാൻ കാരണമാണല്ലോ, എൻ്റെ കുറ്റം കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ദേഹം ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുകയാണ് ഭരതൻ. തുടർന്ന് ഭരതൻ പറയുന്നു: കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ അതിപാപിയാം എന്നെയും ധിഖരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പാപിയായ ഈ കൈകേയിയുടെ ഗർഭത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഈ ഭാഗ്യം കെട്ടവനും നിന്ദ്യനായി തീർന്നത് എന്ന് പറയുകയാണ്. തീർന്നിട്ടില്ല. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിന് പോയതവനല്ലോ. പിന്നെ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണന് വളരെ ഭാഗ്യമുണ്ട്. കാരണം ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് താല്പര്യപൂർവ്വം ജ്യേഷ്ഠനോടൊപ്പം കഴിയാനായിട്ട് ആ പരിശുദ്ധ മനസ്കനായ ലക്ഷ്മണന് അനുജന് കഴിഞ്ഞല്ലോ. അവൻ്റെ ജന്മം സഫലമായിരിക്കുകയാണ്. തുടർന്ന് പറയുന്നു: ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരുടെ ഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർദ്ദി ജന്മത്തിൻ ഫലമെന്നു നിർണയം. തുടർന്ന് ആ ഒരു എത്രയും കൽമഷമൊന്നും തീണ്ടിയിട്ടില്ലാത്ത ഭരതൻ, അത്രയും മനസ്കനായ ഭരതൻ പറയുകയാണ്, ദാസന്മാരുടെ ദാസനായിട്ട്, ദാസന്മാരുടെ ദാസനായിട്ട് ആ ഉറച്ച ഭക്തിയോടുകൂടി, അപ്പോൾ ശ്രീരാമന്റെ ദാസനായിട്ടുള്ള ദാസന്റെ ദാസനായിട്ട് ആ ഉറച്ച ഭക്തിയോടുകൂടി ഞാൻ നിത്യവും അദ്ദേഹത്തെ സേവിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ എൻ്റെ ജന്മം സഫലമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വസിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നിങ്ങ് ഞാനിങ്ങ് കൂട്ടിക്കൊണ്ട് പോരുവൻ എന്നത് കേട്ട് ഗുഹൻ പറഞ്ഞു. എന്നിട്ട് ഗുഹനോട് പറയുകയാണ്, എവിടെയാണ് ശ്രീരാമൻ വസിക്കുന്നത് എന്ന് നീ വേഗം എന്നോട് പറയാ. ഗുഹന് കാര്യം അറിയാലോ എവിടെയാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഗുഹനോട് ചോദിക്കുന്നത്, ശ്രീരാമൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് നീ വേഗം എന്നോട് പറയൂ. പോയി ഞാൻ അദ്ദേഹത്തെ ഉടൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗുഹൻ പറഞ്ഞു, മംഗലദേവതാ വല്ലഭൻ തങ്കലിൻ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമത്തെ. അപ്പോൾ ഗുഹൻ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. നേരത്തെ ഭരതനെ സംശയിച്ചതാണ്, പക്ഷെ കണ്ടപ്പോഴാണ് ഭരതൻ ഇത്രയും ഭക്തശിരോമണിയാണെന്ന് മനസ്സിലായത്. ലക്ഷ്മീകാന്തനായ ആ ശ്രീരാമനിൽ ഇത്തരത്തിലുള്ള ആ ഒരു ഭക്തി ഉള്ളതുകൊണ്ട് അങ്ങ് പുണ്യവാന്മാരിൽ പുണ്യവാനാണ്, അവരുടെ മുൻനിരയിൽ എത്തിയിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഗംഗാനദി കടന്നാൽ അടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം. ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഗംഗാനദി കടന്നാൽ അടുത്തായിട്ട് മംഗളകരമായ ഒരു പർവ്വതമുണ്ട്. അതിൻ്റെ പേര് ചിത്രകൂടാചലം എന്നാണ്. തന്നിവിടെ അതിനടുത്ത് വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. അപ്പോൾ ഗംഗാനദി കടന്നാൽ അതിനടുത്ത് ചിത്രകൂട പർവ്വതമുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടിയിട്ട് ശ്രീരാമൻ സസുഖം വസിക്കുന്നതെന്ന് പറയുകയുണ്ടായി. യുദ്ധം ഗുഹോക്തികൾ കേട്ട് ഭരതനും തത്ര ഗച്ഛാം അഹേ ശീഘ്രം പ്രിയ സഖേ. അപ്പോൾ ഗുഹന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഭരതൻ പറയുകയാണ്, എന്നാൽ പിന്നെ നമുക്ക് ശീഘ്രം വളരെ വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. തർത്തും അമർത്യതടിനിയെ സത്വരം. അമർത്യതടിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗംഗാനദിയും കടന്ന് അമർത്യതടിനിയെ വളരെ വേഗം കടന്നിട്ട് തരണം ചെയ്തിട്ട്. അമർത്യതടിനി എന്ന് പറഞ്ഞാൽ ദേവനദിയാണ്, ഗംഗാനദിയുടെ കാര്യമാണ് പറയുന്നത്. ഗംഗാനദിയൊക്കെ കടന്ന് നമുക്ക് വേഗം അങ്ങോട്ട് ചെല്ലേണ്ടതുണ്ട്. കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണാനുള്ള ആ തിടുക്കം കൊണ്ട് ഭരതൻ ഗുഹനോട് പറയുകയാണ്, വളരെ വേഗം നമുക്ക് അങ്ങോട്ട് എത്തേണ്ടതുണ്ട്, നീ വേഗം ഗംഗാനദി കടക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.